മരിക്കുന്നവരെ ആക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ ഒരു ഒരു പർട്ടിക്കുലർ മൊമെന്റ് എത്തിയപ്പോൾ വേണ്ട, ഇനി ആക്ടിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാം, എല്ലാം സ്റ്റോപ്പ് ചെയ്യാം, ഞാൻ എൻ്റെതായ മാത്രമായ ഒരു ലോകത്തേക്ക് ഇങ്ങനെ കുറച്ച് നാൾ ഞാൻ ഇങ്ങനെ മാറി. പക്ഷെ പിന്നെ ഇപ്പൊ വീണ്ടും ആക്റ്റീവായി. ആക്റ്റീവായി. പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഫസ്റ്റ് റിലേഷൻഷിപ്പ് ഐ മീൻ അത് നിങ്ങൾ വേണ്ടെന്ന് വെച്ചു. പിന്നീടും ഇതുപോലെ ആക്റ്റീവായിട്ട് സജീവമായിട്ട് നിന്നു. പിന്നീടും രണ്ടാമതും വേറൊരു നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ. എല്ലാവർക്കും നിങ്ങൾ അന്ന് ജോയിൻ ചെയ്തപ്പോൾ അത് വീണ്ടും എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തു. നിങ്ങൾ തമ്മിൽ വന്നു. ആ ഒരു ഇതൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ. അതിനുശേഷം പിന്നീട് എങ്ങനെയാണ് ഈ സിനിമ, ആക്ടിങ് ഇതൊക്കെ കൊണ്ടുപോകുന്നതും അതാ നമ്മുടെ മറ്റേ പേഴ്സണൽ ലൈഫും ആണല്ലേ. പ്രൊഫഷണൽ ലൈഫ് വേറെ, പേഴ്സണൽ ലൈഫ് വേറെ. ആക്ച്വലി നമ്മള് ഏതാണേലും നമ്മളത് ഈക്വലി മാനേജ് ചെയ്യാൻ അതിനൊരു നാക്കുണ്ട്. അത് നമ്മൾ കേപ്പബിൾ ആവണം എന്നും എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്. ഒരു ഫാമിലി കൊണ്ടുപോവാനും അതിന്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ആക്ടറായിട്ട് ആക്ടിങ് പ്രൊഫഷൻ കൊണ്ടുപോകണേലും അതിന്റേതായിട്ടുള്ള. ഇതിലേതാണ് അപ്സരയ്ക്ക് കൂടുതലും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടാവുക? അല്ല, ഞാൻ രണ്ടും ഒരു ഭാരമായിട്ട് കണ്ടിട്ടില്ല. ഈവൻ അഭിനയിക്കാനാണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടമാണ് അത്. ഞാൻ എനിക്ക് എനിക്ക് ചെയ്യേണ്ട എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും, അങ്ങനെ ചെയ്യും. ഇപ്പം കുറെ ആൾക്കാർ ഇപ്പം ഇപ്പം അപ്പം എനിക്കൊരു ഫാമിലി ഉണ്ട്. ഫാമിലി ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും. പക്ഷെ കുറച്ച് ഞാൻ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും.